ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا ولوالدينا ولأساتذتنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع المؤمنين. ഖിയാസിൻ്റെ ബാബിലെ 4 ശക്ലുകൾ പറഞ്ഞു. ഇനി ഓരോ ശക്ലും വിശദീകരിക്കുകയാണ്. വയുസ്തറത്തു ഫിൽ അവ്വലി, ശക്ൽ അവ്വലിൽ ഷർത്താക്കപ്പെടും ഈജാബു സുഹറ മൂജബായിരിക്കൽ ഫിഅലിയതുഹ, അത് ബിൽഫിയൽ സാദിഖാകുന്ന കവിയയും ആവണം. മാ കുല്ലിയത്തിൽ കുബറ കുല്ലിയാവരോടുകൂടെ. കൈഫ നിലക്കുള്ള ഷർത്താണ് സുഹറ മൂജബായിരിക്കണം, സാലിബാവരുത്. കമ്മ നിലക്കുള്ള ഷർത്താണ് കുബറ കുല്ലിയായിരിക്കണം, ജുസ്ഇയാവരുത്. മുവജ്ജഹായ കവികളുടെ കൂട്ടത്തിൽ ഇംകാൻ കൊണ്ട് ഹുക്കുമ ചെയ്യലും ബിൽഫേൽ കൊണ്ട് ഹുക്കുമ ചെയ്യലും ദവാമ് കൊണ്ട് ഹുക്കുമ ചെയ്യലും വറൂറത്ത് കൊണ്ട് ഹുക്കുമ ചെയ്യലൊക്കെ ഉണ്ട്. അതിൽ വറൂറത്തും ദവാമൊന്നും ആയിട്ടില്ലെങ്കിലും ബിൽഫേല് 3 സമാനിൽ എന്നർത്ഥത്തിൽ ഉണ്ടാവുക എന്ന് അത് സാദിഖാവണം. മുഹ്തമിലായ രൂപങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു 16 എണ്ണുണ്ട്. ഈ പറഞ്ഞ ഷർത്തുകൾ പരിഗണിക്കുമ്പോൾ സൂറ സാലിബായ എല്ലാ കവികളും ഷർത്തൊക്കാത്തതായി നഷ്ടപ്പെട്ടു. 8 എണ്ണം അങ്ങനെ തന്നെ പോയി. ബാക്കി അവശേഷിക്കുന്ന 8 എണ്ണത്തിൽ കുബറ ജുസ്ഇ ആയതൊക്കെ അതും വെട്ടിക്കളയാം. ബാക്കി അവശേഷിക്കുന്നത് 4 എണ്ണേ ഉണ്ടാവുള്ളൂ. മുമ്പ് പറഞ്ഞ പോലെ ഈ 16 രൂപങ്ങൾ എഴുതിയെടുത്ത് ഷർത്തൊക്കാത്തതൊക്കെ വെട്ടിക്കളഞ്ഞ് അവശേഷിക്കുന്നത് ഈ 4 എണ്ണം തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. സുഹറിൻ കുബറിൻ മൂജബകുല്ലി, സുഹറ മൂജബകുല്ലി കുബറ സാലിബകുല്ലി, സുഹറ മൂജബ ജുസ്ഇ കുബറ മൂജബകുല്ലി, സുഹറ മൂജബ ജുസ്ഇ കുബറ സാലിബകുല്ലി. ഇങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. മൂജബകുല്ലിക്ക് മീമും സാലിബകുല്ലിക്ക് സീനും മൂജബ ജുസ്ഇക്ക് വാവും സാലിബ ജുസ്ഇക്ക് ലാമും. ഇങ്ങനെയാണ് അതിൻ്റെ കോഡ് ഒറ്റക്ഷരത്തിൽ എഴുതൽ. ഈ പറഞ്ഞ 4ലും സുഹറകൾ മൂജബകളാണ്. ആദ്യത്തെ 2 എണ്ണത്തിൽ മൂജബ കുല്ലികളും അവസാനത്തെ 2 എണ്ണത്തിൽ മൂജബ ജുസ്ഇകളും. ഒന്നാമത്തേത് സുഹറിൻ കുബറിൻ മൂജബ കുല്ലിയാണ്, അതിൻ്റെ നതീജയും മൂജബ കുല്ലി. രണ്ടാമത്തേത് സുഹറ മൂജബ കുല്ലി കുബറ സാലിബ കുല്ലിയാണ്, അപ്പം നതീജ സാലിബ കുല്ലി. അതിനയിൽ നിന്നാണ് നതീജ പുറപ്പെടുക എന്നാണ് പറയൽ. അതായത് സുഹറയിലോ കുബറയിലോ ഏതെങ്കിലും ഒന്ന് സാലിബായിട്ടുണ്ടെങ്കിൽ നതീജ സാലിബായിരിക്കും, മൂജബാവില്ല. സുഹറയിലോ കുബറയിലോ ഏതെങ്കിലും ഒന്ന് ജുസ്ഇയായി വന്നിട്ടുണ്ടെങ്കിൽ നതീജ ജുസ്ഇയേ ആവുള്ളൂ. ഈജാബിലും സെൽബിലും സെൽബാണ് അതിന, ഈജാബ് ആലയാണ്. കുല്ലിയാവുക ജുസ്ഇയാവുക, ഈ കാര്യത്തിൽ ജുസ്ഇയാവൽ അതിനയും കുല്ലിയാവൽ ആലയുമാണ്. താഴ്ന്ന അവസ്ഥ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അത് നതീജക്ക് ബാധിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ വെർബില് കുബറ സാലിബ കുല്ലിയാണ്, അവൻ നതീജയും സാലിബായിരിക്കും, സാലിബ കുല്ലി. മൂന്നാമത്തേത് സുഹറ മൂജബ ജുസ്ഇ കുബറ മൂജബ കുല്ലി, നതീജ മൂജബ ജുസ്ഇ. ജുസ്ഇ ആവാൻ കാരണം സുഹറ ജുസ്ഇ ആയതുകൊണ്ട്. നാലാമത്തേത് സുഹറ മൂജബ ജുസ്ഇ കുബറ സാലിബ കുല്ലി. അവിടെ ജുസ്ഇ ആകുക എന്ന ഒരു പോരായ്മ
സുഹറക്കുണ്ട്. സാലിബാവുക എന്ന പോരായ്മ കുബറക്കുണ്ട്. അത് രണ്ടും നതീജയിൽ ബാധിക്കും. അപ്പം നതീജ സാലിബ ആയിരിക്കും, അതന്നെ ജുസ്ഇയായിരിക്കും. ഒന്നാമത്തെ വെർബ് മീമ്, നതീജയും മീമ്, മമ്മ. രണ്ടാമത്തെ വെർബ് മസ്, മൂജബ കുല്ലി, സാലിബ കുല്ലി, നതീജ സാലിബ കുല്ലി. മൂന്നാമത്തെ വെർബ് വംവ, സൂറ മൂജബ ജുസ്ഇ, കുബറ മൂജബ കുല്ലി, നതീജ മൂജബ ജുസ്ഇ. നാലാമത്തെ വെർബ് വസ്ല്, മൂജബ ജുസ്ഇ, സാലിബ കുല്ലി, നതീജ സാലിബ ജുസ്ഇ. അത് പാട്ടായിട്ട് നമുക്ക് പാടാം. മമ്മ മസ്സുൻ വംവ വസ്ലുൻ അവ്വല. ഇങ്ങനെയാണ് ഷെക്കിൽ അവ്വലിലെ 4 വെർബുകൾ. ഇവിടെ പറഞ്ഞ എല്ലാ ഷർത്തും ഒത്തത് ഈ 4 മാത്രമേ ഉള്ളൂ. 16 രൂപങ്ങളിൽ ബാക്കിയുള്ളതൊക്കെ ഒന്നിற்கு സുഹറ സാലിബായിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുബറ ജുസ്ഇ ആയിട്ടുണ്ടാകും. അതൊന്നും ഷെക്കിൽ അവ്വലിൽ പരിഗണിക്കപ്പെടില്ല. ഈ 4 വെർബുകളിൽ സുഹറകളെല്ലാം മൂജബകളാണല്ലോ. അതിൽ 2 സുഹറകൾ മൂജബ കുല്ലിൻ്റെ കൂടെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കുബറയും മൂജബ കുല്ലികളാണ്. മറ്റു 2 വെർബുകളിൽ മൂജബകൾ സുഹറ മൂജബയാണ്, കുബറ സാലിബുകളാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലിയുൻതിജൽ മൂജബത്താനി, 2 മൂജബകൾ നതീജ പുറപ്പെടുവിക്കാൻ. അങ്ങനെ നതീജ പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഷർത്ത് പാലിക്കപ്പെടുമ്പോൾ എത്തുന്നത്. 2 മൂജബകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മൂജബ കുല്ലിയും ഒന്ന് മൂജബ ജുസ്ഇയും. സുഹറകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മഅൽ മൂജബത്തിൽ കുല്ലിയത്തി, മൂജബ കുല്ലിൻ്റെ കൂടെ. അപ്പം കുബറയും മൂജബ കുല്ലികളായി വരുന്നു. ഒന്നാമത്തെ വെർബിലും മൂന്നാമത്തെ വെർബിലും മമ്മ വംവ. അവിടെ നതീജ പുറപ്പെടുന്നത് നതീജ അൽ മൂജബത്തൈനി, 2 മൂജബകളെ നതീജ പുറപ്പെടുവിക്കുന്നു. ആദ്യത്തേതിൽ മൂജബ കുല്ലിയുമാണ്, രണ്ടാമത്തേതിൽ മൂജബ ജുസ്ഇയുമാണ്. ഇനിയുള്ള 2 വെർബുകൾ ആ സുഹറുകളും മൂജബകൾ തന്നെ, മൂജബ കുല്ലിയും മൂജബ ജുസ്ഇയും. രണ്ടാമത്തെ വെർബും നാലാമത്തെ വെർബും അത് രണ്ടിലും കുബറ സാലിബ. അതാണ് പറയുന്നത് ഓ മഅ സാലിബത്തിൽ കുല്ലിയത്തി, സാലിബ കുല്ലിൻ്റെ കൂടെ കുബറ സാലിബ കുല്ലിയായി വരുന്നു. അതിനോട് കൂടെ 2 മൂജബകൾ കൂടുമ്പോൾ അസാലിബത്തൈനി, സാലിബകളായ 2 ഖദിയകളെയും നതീജ പുറപ്പെടുവിക്കുന്നു. അതിൽ ആദ്യത്തേത് സാലിബ കുല്ലിയായിരിക്കും നതീജ, മറ്റേത് സാലിബ ജുസ്ഇ ആയിരിക്കും നതീജ. ഈ 4 വെർബുകൾ, ഒന്നാം ഷക്കിലിലെ ഈ 4 വെർബുകളും ഈ പറഞ്ഞ വിധം നതീജ പുറപ്പെടും എന്ന കാര്യം ബിൽവറൂറത്തി ബദാഹത്ത് നിൽക്കറിയപ്പെടുന്നതാണ്. ദലീല് കൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല, ബദിഹിയായ വേഗം മനസ്സിലാകുന്ന സംഗതിയാണ്. ബദിഹിയായ കാര്യത്തിന് ഹുജ്ജത്ത് വേണ്ട. ഇനി നമുക്ക് ശർഹ് സഹിതം നോക്കാം. ഖൗലുഹു വ ഫിഅലിയതുഹ, സുഗറ മൂജബായാൽ പോരാ, അത് ഫിഅലിയത്തും ഷർത്താക്കപ്പെടും. ബിൽഫിയൽ 3 സമാനിലുണ്ടാവുക എന്ന അർത്ഥം സാദിഖാവുന്നതാവണം. കാരണം ലിയതഅദ്ദൽ ഹുക്കുമു, അക്ബർ കൊണ്ട് ഹുക്കുമു ചെയ്യുന്നത് വിട്ടുകിടക്കണം, ബന്ധപ്പെടണം. മിനൽ ഔസത്തി, ഹദ്ദൗസത്തിൽ നിന്നും ഇലൽ അസ്ഗരി, അസ്ഗറിലേക്ക്. ഈ അസ്ഗറും അക്ബറും തമ്മിൽ ബന്ധപ്പെടുത്തണമല്ലോ. ഉദാഹരണം നോക്കി, ആലം മുത്തഗയ്യറാണ്, മുത്തഗയ്യറെല്ലാം ഹാദിസുമാണ്. അപ്പോൾ കിട്ടിയ നതീജാണ് ആലം ഹാദിസാണ് എന്നത്. ഈ ആലം അസ്ഗറ, ആ അസ്ഗറിൻ്റെ മേൽ ഹാദിസാണ് എന്ന അക്ബർ കൊണ്ട് ഹുക്കം ചെയ്യപ്പെടുകയാണ്.
ഖിയാസിൽ ആലം സുഹറയിലാണ് കിടക്കുന്നത്, ഹാദിസ് എന്ന അക്ബർ കുബറയിലുമാണ്. രണ്ടിനെ ബന്ധപ്പെടുത്തിയത് മുത്തഗയ്യിറും. അപ്പം ആലം മുത്തഗയ്യിറാണ്, ആ മുത്തഗയ്യിർ ഹാദിസുമാണ്, അതുകൊണ്ട് ആലം ഹാദിസാണ്. അപ്പം ആലം ഹാദിസ് ആവണമെങ്കിൽ ആലം മുത്തഗയ്യിറാവണ്ടേ? മുത്തഗയ്യിറാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആയില്ല. അവിടെ ബിൽഫിയൽ സാദിഖാകുന്നില്ല, ബില്ലിംഖാനാണ് സാദിഖാകുന്നതെങ്കിൽ ആലം മുത്തഗയ്യിറാവാൻ ഇംഖാനുണ്ട്, സാധ്യത ഉണ്ട്, അത്രേ അർത്ഥം വരുള്ളൂ. ബിൽഫിയൽ ആലമായതിനെ കുറിച്ചാണ് പറയുന്നത്, ആലമാവാൻ സാധ്യത ഉള്ളതിനെ കുറിച്ചല്ല. അൽ ആലമു, ആലം എന്ന് പറഞ്ഞാൽ ആലമാവാൻ സാധ്യത ഉള്ള വസ്തുവിനെ കുറിച്ചോ അല്ല ബിൽഫിയൽ ആലമായതിനെ കുറിച്ചോ. മൗലൂഇൻ്റെ വസ്ഫ് അതിൻ്റെ ദാത്തിൻ്റെ മേൽ സാദിഖാകുന്നത് ബിൽഫിയലാണോ ബില്ലിംഖാനാണോ? ബില്ലിംഖാനേ ഉള്ളൂ എന്ന് ഫാറാബി പറഞ്ഞാലും ബിൽഫിയിലാണെന്നാണ് ശേഖ് ഇബ്നു സീനൻ്റെ മദ്ഹബ്, അതാണ് പൊതുവെ മുഖ്താറാക്കപ്പെടുന്നത്. അപ്പം ആലമാവാൻ സാധ്യത ഉള്ളതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ബിൽഫിയിൽ ആലമായതിനെ കുറിച്ചാണ് പറയുന്നത്. നതീജയിൽ അത് ഹാദിസാണ് എന്ന് തെളിയണമെങ്കിൽ ആ മുത്തഗയ്യിറും ബിൽഫിയിൽ മുത്തഗയ്യിറായിരിക്കണം. ഇംകാൻ ഉണ്ടായാൽ, സാധ്യത ഉണ്ടായാൽ മാത്രം പോരാ. രണ്ടും അപ്പോൾ ബിൽഫിയിലാകുന്നു, അപ്പോഴാണ് ഈ ആലം ഹാദിസ് തമ്മിൽ ബന്ധം വരുന്നുള്ളൂ. നതീജയിൽ ആലം എന്ന അസ്ഗറിന് ഹാദിസ് എന്ന അക്ബർ കൊണ്ട് വിധിക്കാൻ പറ്റുള്ളൂ. ആലമാണോ എന്നാൽ അത് ഹാദിസും ആവണം. അപ്പം ആ ആലമും ഹാദിസും തമ്മിൽ ഈ ബന്ധം വരുന്നത് മുത്തഗയ്യിറാണ് എന്ന ഒന്ന് വാസിറ്റായിട്ടാണല്ലോ. അപ്പം ആ മുത്തഗയ്യിർ ആവലും മൂന്നാല് സമാനിൽ മുത്തഗയ്യിറായതായിരിക്കണം, സാധ്യത ഉണ്ടായാൽ മാത്രം പോരാ. അന്നൽ ഹുക്മ ഫിൽ കുബറ, കാരണം കുബറയിലുള്ള ഹുക്മ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദാഹരണത്തിൽ കുല്ലു മുത്തഗയ്യിരിൻ ഹാദിസുൻ എന്നാണ് കുബറ. അത് ഈജാബൻ കാന ഔ സൽബൻ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈജാബാവട്ടെ അല്ല ഇനി സാലിബയായ ഒരു കവിയാവട്ടെ, ഏതായാലും ഹദ്ദൗസത്താണല്ലോ അവിടുത്തെ മൗദൂ. മുത്തഗയ്യിർ ഹാദിസാണ് എന്ന് വരണമല്ലോ. അപ്പം അത് ആദ്യം മുത്തഗയ്യിർ ആണ് എന്ന് സ്ഥിരപ്പെടണം. മുത്തഗയ്യിറാവാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടായില്ല. അത് അലാമ ഒന്നിൻ്റെ മേലാണ് ഹുക്മ ചെയ്യപ്പെടുന്നത്. യസ്ബുത്തു ലഹു, ആ ഒന്നിന് സ്ഥിരപ്പെടുന്നു. അൽ ഔസത്തു, ഹദ്ദൗസത്ത്. ഇപ്പോൾ മുത്തഗയ്യിറാവുക എന്ന ഹദ്ദൗസത്ത്, ആ മുത്തഗയ്യിറാവുക എന്നൊരവസ്ഥ ഏതൊന്നിനുണ്ടോ അത് ബിൽഫിയിൽ സ്ഥിരപ്പെടണം. അപ്പോൾ ബിൽഫിയിൽ മുത്തഗയ്യിറായതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ മുത്തഗയ്യിറാവുക എന്ന വസ്ഫ്, ആ സാധനത്തിന് സാദിഖാകുന്നത് ബിൽഫിയില ബിനാഅൻ അലാ മദ്ഹബി ഷെയ്ഖ് ഇബ്നു സീനൻ്റെ മദ്ഹബ് അനുസരിച്ച്. അപ്പോൾ ബിൽഫിയിൽ മുത്തഗയ്യിറായതിനെ കുറിച്ചാണ് ഹാദിസ് എന്ന് പറയുന്നത് കുബറയിൽ. അത് മുത്തഗയ്യിറാണോ അല്ലേ എന്ന കാര്യം കേവല സാധ്യതയിൽ കിടന്നാൽ പോരാ. അതുകൊണ്ട് ഫലൗലം യുഹ്കം ഫി സുഗ്റ, സുഗ്റയിൽ ഹുക്മ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ആലം മുത്തഗയ്യിറാണ്, ഇതാണല്ലോ സുഗ്റ. അവിടെ ബി അന്നൽ അസ്ഗറ യസ്ബുതു ലഹുൽ ഔസത്തു, അസ്ഗറാകുന്ന ആലമിന് മുത്തഗയ്യിർ എന്ന അദ്ദൗസത്ത് ബിൽഫീൽ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ, മറിച്ച് ആലം മുത്തഗയ്യിറാവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ, മുത്തഗയ്യിറാണ് എന്ന് സ്ഥിരപ്പെടാത്ത സാധ്യതയിലുള്ള ആ മുത്തഗയ്യിറാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം ഹാദിസാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഫലം യൽസം അവിടെ ലാസിമായി വരുന്നില്ല, ഉറപ്പിച്ച് പറയാൻ സ്ഥിരപ്പെടുന്ന ഒരവസ്ഥ വരുന്നില്ല. തഅദ്ദിൽ ഹുക്മ് വിട്ടുകിടക്കൽ, മിനൽ ഔസത്തിൽ നിന്നും ഇലൽ അസ്ഗറിലേക്ക്. കാരണം ആലം
മുത്തഗയ്യിറാണ് എന്ന് വരണ്ടേ, അപ്പോഴല്ലേ ആലം ഹാദിസാന്ന് പറയാൻ പറ്റുള്ളൂ. മുത്തഗയ്യിറാകാനുള്ള സാധ്യതയേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം അത് ഹാദിസാവില്ല. അപ്പം ബിൽഫീൽ മുത്തഗയ്യിറാണ് എന്ന് തന്നെ വരണം. അപ്പം ജിഹത്ത് പറയപ്പെടുന്ന കളിയാണെങ്കിൽ ആലം മുത്തഗയ്യിറാണ് പോലത്തെ സുഹറ ബിൽഫീൽ മുത്തഗയ്യിറാണ് എന്ന് തന്നെ വരണം. പിന്നെ ബിദ്ദവാം മുത്തഗയ്യിറാണ് എന്നാണെങ്കിൽ ദവാമുള്ളിടത്തൊക്കെ ബിൽഫീലുണ്ട്. ദറൂറത്തുകൊണ്ട് ഹുക്കം ചെയ്താൽ യാതൊരു കുഴപ്പമില്ല, കാരണം ദറൂറത്തുള്ളിടത്തൊക്കെ ദവാമുണ്ട്, ദവാമുള്ളിടത്തൊക്കെ ബിൽഫീലുണ്ട്. എന്നാൽ ബില്ലിംഖാനായാൽ മുംകിനയായൊരു കവിയാണെങ്കിൽ അത് ബിൽഫീൽ സാദിഖാവണം എന്ന് സ്ഥിരപ്പെടില്ല. കുല്ലുൻസാനിൻ കാത്തിബുൻ ബില്ലിംഖാനി എന്ന് പറയാൻ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഇൻസാൻ കാത്തിബാവണം എന്ന് നിർബന്ധമില്ല. സാധ്യത ഉണ്ടായാൽ മാത്രം മതി, തടസ്സം ഇല്ലാതിരുന്നാൽ മതി. അപ്പം ഹാദിസാണ് എന്ന ഹുക്കുമ് മുത്തഗയ്യിർ വഴിയാണ് ആലമിന് ബാധിക്കുന്നത്. അപ്പം ആലം മുത്തഗയ്യിറാണ് എന്ന സംഗതിയും 3-4 സമാനിൽ മൗജൂദായിരിക്കണം. കാരണം ഹാദിസാണ് എന്ന് പറയുന്നത് മുത്തഗയ്യിറാവാൻ സാധ്യത ഉള്ളതിനെ കുറിച്ചല്ല, 3-4 സമാനിൽ മുത്തഗയ്യിർ ആയതിനെ കുറിച്ചാണ്. മുത്തഗയ്യിർ ഹാദിസാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ആലം ഹാദിസാണ് എന്ന് വരുന്നത്. അതിനാ ആലം മുത്തഗയ്യിർ ആവണ്ടേ, സാധ്യത ഉള്ളതുകൊണ്ടായില്ലോ. ഈ ഷെയ്ഖ് ഇബ്നു സീനയും ഫാറാബിയും തമ്മിലുള്ള ഖിലാഫ് അക്സുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് വല അക്സലിൽ മുംകിനത്തൈനി എന്ന് മത്തനിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഷർഹിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഒന്ന് ആവർത്തിച്ച് നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ കേട്ട ക്ലാസ് ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഖലും ഫഹമും നാഫിയായ ഇൽമും വർദ്ധിപ്പിച്ചു തരട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.